കൊല്ലം കരുനാഗപ്പള്ളിയിൽ KSRTC ബസ്സിൽ മധ്യവയസ്കൻ നഗ്നതാ പ്രദർശനം നടത്തി. സ്കൂൾ കുട്ടികളും സ്ത്രീകളും ഉണ്ടായിരുന്ന ബസ്സിലാണ് മധ്യവയസ്കന്റെ നഗ്നതാ പ്രദർശനം. കണ്ണേറ്റി പാലത്തിന് സമീപത്ത് വെച്ചാണ് യാത്രക്കാർ ദൃശ്യങ്ങൾ പകർത്തിയത്. ലിജോയുണ്ട് വിവരങ്ങൾ നൽകാനായി. ലിജോ, ഇയാളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? മറ്റു വിശദാംശങ്ങൾ? ശനിയാഴ്ച വൈകിട്ട് കൊല്ലത്ത് നിന്ന് കരുനാഗപ്പള്ളിക്ക് പോയ KSRTC ബസ്സിലായിരുന്നു ഇത്തരത്തിലൊരു മധ്യവയസ്കൻ ഈ ലൈംഗിക ചേഷ്ട കാണിച്ചത്. അതിൽ സ്കൂൾ കുട്ടികളുണ്ടായിരുന്നു, സ്ത്രീകളുണ്ടായിരുന്നു. വലിയ തിരക്കൊന്നുമുള്ള ഒരു ബസ്സല്ലായിരുന്നു. ഈ സ്കൂൾ ബസ് കണ്ണേറ്റിപ്പാലം കഴിഞ്ഞ് പോകുന്ന സമയത്താണ് കുട്ടികൾ ഇത് ശ്രദ്ധയിൽപ്പെടുകയും ഇത് തുടർന്നുകൂടെ, അതായത് കുട്ടികളെയൊക്കെ ആ ദൃശ്യങ്ങൾ തന്നെ കാണാനായിട്ട് സാധിക്കുന്നു. പല ആളുകളെയും വശത്തേക്ക് നോക്കിയതിന് ശേഷമാണ് ഇത്തരത്തിലുള്ളൊരു ലൈംഗിക ചേഷ്ട തുടർന്നുകൊണ്ടിരുന്നത്. അതിനെ തുടർന്നാണ് ഈ മൊബൈലിൽ ഈ ദൃശ്യങ്ങൾ പകർത്തുകയും അത് രക്ഷിതാക്കൾക്കും മറ്റുമൊക്കെയാണ് കൈമാറുകയും ചെയ്തത്. പക്ഷേ അവർക്ക് പോലീസ് സ്റ്റേഷനിൽ കാര്യം കുട്ടികളുടെ ഈ ഐഡന്റിറ്റിയും മറ്റുമൊക്കെ പുറത്തു വരുമോ എന്നുള്ളൊരു പേടിയുള്ളത് കൊണ്ടാണ് ആരും പോലീസ് സ്റ്റേഷനിലേക്കുമൊന്നും ഇതുവരെ പോകാതിരിക്കുന്നത്. എന്തായാലും ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. അയാളെ കണ്ടെത്താനുള്ള ഒരു ശ്രമം ആരംഭിച്ചിട്ടുള്ളതായാണ് ഈ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ആരാണെന്ന് തിരിച്ചറിയാൻ പറ്റിയുള്ള ഒരു ശ്രമവും ആരംഭിച്ചിട്ടുണ്ട്. കാര്യം കൊല്ലത്ത് ഈ വർഷം തന്നെ ഇതിനു മുൻപും 2 തവണ ഇത്തരത്തിലൊരു സംഭവം നടന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ആരെങ്കിലും തന്നെയാണോ ഈ കൃത്യം ചെയ്തതെന്നുള്ള കാര്യമല്ല ഇപ്പോൾ പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. കുട്ടികൾ എന്തായാലും ഈ ദൃശ്യങ്ങൾ പകർത്തി അത് പുറത്തേക്ക്, അതായത് ഇപ്പോൾ പോലീസിനൊക്കെ ഈ ദൃശ്യങ്ങൾ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളത്. കുട്ടികൾ, സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് മുന്നിൽ വെച്ചായിരുന്നു. ആ സമയത്ത് ആരും പ്രതികരിക്കുകയൊന്നും ചെയ്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ കൃത്യമായി ആ കുട്ടികളൊക്കെ നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ നോക്കുന്നുണ്ട് എന്ന് കണ്ടതിന് ശേഷം ശരി ലിജോ, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഈ ഘട്ടത്തിൽ വരുന്ന ആ വാർത്തയിലേക്ക് പോവുകയാണ്.